നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്നത് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മകയിരം ദേവഗണ നക്ഷത്രമാണ്, അറിയാമല്ലോ. പാർവതി ദേവിയുടെ ജന്മനക്ഷത്രമെന്നും അറിയപ്പെടുന്നു. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സത്യസന്ധതയും ഉത്സാഹവും ചഞ്ചലമായിട്ടുള്ള മനസ്സും വലിയ ധനവും സുഖാധിക്യവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് ബാല്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ കൂടുതലായിട്ട് വരും. ആ സമയം ശുദ്ധ മനസ്സുകളായതിനാൽ തന്നെ മറ്റുള്ളവരെ ഉള്ളു തുറന്നങ്ങ് വിശ്വസിക്കുന്നവരാണ് മകയിര നക്ഷത്രക്കാർ. ആയതിനാൽ തന്നെ അബദ്ധങ്ങളും ചതിവുകളും ഇവർക്ക് വന്ന് ഭവിക്കുന്നതുമായിരിക്കും. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് ഏറ്റവും പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മകയിര നക്ഷത്ര ജാതകർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കും എന്നുള്ളതാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ജനിച്ചിട്ട് ഉള്ള ആദ്യ ഭാഗം വളരെയധികം ക്ലേശവും മധ്യഭാഗവും അന്ത്യഭാഗവും സുഖവും അനുഭവത്തിൽ വരുന്നതായിരിക്കും. സ്വപ്രയത്നത്താൽ ഉന്നതിയിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വളരെയധികം നടത്തി ഉന്നതിയിലെത്തുകയും ചെയ്യും. നല്ല സംഭാഷണ ചാതുര്യത്താൽ ആരെയും വശത്താക്കുവാൻ സാധിക്കും. എങ്കിലും മുൻകോപം സൗഹൃദത്തെ നശിപ്പിക്കും, ബന്ധങ്ങളെ നശിപ്പിക്കും എന്നുള്ളതാണ്. സുഖഭോഗത്തിലും ആഡംബരത്തിലും ഭ്രമമുള്ള ഈ നക്ഷത്രക്കാർ വലിയ ചിലവുകാരായിരിക്കുകയും ചെയ്യും. ഇവിടെ ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ കണക്ക്, എൻജിനീയറിംഗ് വിഷയങ്ങൾ എന്നീ മേഖലകളിലൊക്കെ വളരെ വലിയ രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കും. പുത്രാനുകൂല്യം മകയിരം നക്ഷത്ര ജാതകർക്ക് കുറഞ്ഞിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പുത്രാനുകൂല്യം എന്ന് പറയുന്നത് സന്താനലബ്ധി എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പല രീതിയിലും അത് എടുക്കേണ്ടി വരും. പുത്രന്മാരുടെ അല്ലെങ്കിൽ സന്താനങ്ങളുമായിട്ടുള്ള ആനുകൂല്യം അല്ലെങ്കിൽ അനുകൂല കാര്യങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. മകയിരം നക്ഷത്ര ജാതകർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആയതിലേക്കായിട്ടുള്ള ഒരു നോട്ടം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അധ്യാപക ജോലിയിൽ വളരെയധികം ശോഭിക്കുകയും വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്യും. പങ്കാളിയുടെ ആരോഗ്യം അല്ലെങ്കിൽ പങ്കാളിയുടെ അനാരോഗ്യം നിമിത്തം ക്ലേശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. മകയിരം നക്ഷത്രക്കാർ ശുക്രൻ, ബുധൻ, വ്യാഴം എന്നീ ദശകളിൽ ദോഷപരിഹാരങ്ങൾ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. ചൊവ്വയും മകയിരവും ഒത്തുവരുന്ന ദിവസങ്ങളിലും വ്രതശുദ്ധിയോടെ പ്രാർത്ഥനകൾ നടത്തണം. അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിര, അവിട്ടം എന്നിവയിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഭദ്രകാളി ഭജനവും സുബ്രഹ്മണ്യ ഭജനവും നടത്തുന്നത് വളരെയധികം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കിത്തരും. വേദദോഷങ്ങളിൽ ഏറ്റവും ദോഷമുള്ളതും ഭയങ്കരമായിട്ടുള്ള ദോഷമുള്ളതും മരണകാരണവുമാകാവുന്ന ശിരോവേദ ദോഷം ഉള്ളതിനാൽ ചിത്തിരയുമായിട്ടും അവിട്ടമായിട്ടും മകരവുമായിട്ടും വിവാഹബന്ധങ്ങളൊന്നും പാടില്ല. അതിപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ട് ആ രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ
ആയുഷ്യ സൂക്ത പുഷ്പാഞ്ജലിയും ശരിയായ രീതിയിൽ നല്ല അറിവുള്ളൊരു ആചാര്യൻ തയ്യാറാക്കിയ മഹാമൃത്യുഞ്ജയ യന്ത്രവും ധരിക്കേണ്ടതാണ്. എങ്കിലേ ആ ദോഷങ്ങൾ മാറിക്കിട്ടുള്ളൂ. മകയിരം നക്ഷത്ര ദേവത ചന്ദ്രനാണ്, അറിയാമല്ലോ. ഉപാസനമൂർത്തി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയും ആകുന്നു. ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായിട്ടുള്ള 2 വിഭാഗങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നക്ഷത്രാധിപനായ കുജൻ്റെ വിശേഷ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശേഷ സവിശേഷതകൾ അനുഭവത്തിൽ കാണുവാൻ കഴിയും. ഇടവക്കൂറിൽ ശുക്രൻ്റെ ഗുണവിശേഷങ്ങളും മിഥുനക്കൂറുകാരിൽ ബുധൻ്റെ സവിശേഷ സ്വഭാവവും പ്രകടമാകുമെന്നുള്ളതാണ്. രാശിചക്രത്തിൽ 360 ഡിഗ്രി ആയിട്ടാണ് രാശിചക്രം കാണുന്നത്. ഇതിനെ 27 നക്ഷത്ര മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. ആ വിഭജിച്ചത് അതായത് 53 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 66 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് മകയിരം നക്ഷത്രം എന്ന് പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞ സമയത്തുള്ള ഒരു ശിശുവിൻ്റെ ജനനം മകയിരം നക്ഷത്രത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ മകയിരം നക്ഷത്ര ജാതകർ 2 രീതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും. ആദ്യ 30 നാഴികയ്ക്കകം ജനിച്ചവർ ഇടവക്കൂറുകാരും അടുത്ത 30 നാഴിക മുതൽ 60 നാഴിക വരെയുള്ള സമയത്ത് ജനിച്ചവർ മിഥുനക്കൂറുകാരുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കുറച്ച് സ്വഭാവ സവിശേഷതകൾ വരുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വരുന്ന കമൻറ്റുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. സമയം കിട്ടുന്നത് പോലെ എല്ലാവർക്കും മറുപടി തരുന്നതാണ്. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.